എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജെയ്സൺ സ്റ്റെഥം അങ്ങേര് കാണിക്കുന്ന ഒരു സ്വാഗ് ഉണ്ട്, അത് വേറെ ലെവലാ. ഒരു മൂഡ് മനുഷ്യൻ. സത്യം പറഞ്ഞ ഇങ്ങേര് കാണിക്കുന്ന മിക്ക സിനിമകളിലും ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സാണ്. കഴിഞ്ഞ സിനിമയിൽ കാണിച്ച ക്യാരക്ടർ തന്നെയാവും അടുത്ത സിനിമയിലും കാണിക്കുക. അതായത് ആ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ എന്നിട്ടും നമ്മൾ ഈ ഒരു സിനിമ, ഇങ്ങേരുടെ സിനിമ നമ്മൾ നോക്കിയിരുന്ന് കാണും. അതാണ് ഇങ്ങേരുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ വിജയുടെ സിനിമകൾ, അതായത് സ്ഥിരം ടെംപ്ലേറ്റിൽ വരുന്ന സിനിമകൾ നമ്മൾ പിന്നെയും പിന്നെയും കാണുന്ന പോലെയാണ് ജെയ്സന്റെ ആക്ഷൻ പടങ്ങൾ. ഒരു പാവം കൺസ്ട്രക്ഷൻ പണിക്കാരനായ നമ്മളുടെ നായകൻ ഇങ്ങേരുടെ ബോസുമായിട്ട് ഇങ്ങേർക്കാണെങ്കിൽ ഭയങ്കര കണക്ഷനാണ്, ഭയങ്കര ബോണ്ടാണ്. ബോസുമായിട്ട് മാത്രമല്ല, ബോസിന്റെ കുടുംബമായിട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബോസിന്റെ മകളെ അങ്ങ് തട്ടിക്കൊണ്ടു പോകുന്നത്. ഓൾറെഡി ഈ ഒരു ബോസുമായിട്ടും ബോസിന്റെ മകളുമായിട്ടും ബോസിന്റെ ഭാര്യയുമായിട്ടും അത്യാവശ്യം ബോണ്ടുള്ളൊരു മനുഷ്യനാണ് നമ്മളുടെ നായകൻ. പിന്നെ പറയണ്ടല്ലോ, നമ്മളുടെ നായകൻ അങ്ങ് ഭ്രാന്ത് പിടിക്കുന്നു. ബാക്കി എന്താ നടക്കുക എന്നുള്ളത് നിങ്ങൾ എന്നെ കണ്ടറിഞ്ഞോ? അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു ജെയ്സൺ സ്റ്റെഥം പടം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരെ സിനിമയിലേക്ക് കടക്കാം. വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി, അവിടെയാണ് നമ്മളുടെ നായകൻ വർക്ക് ചെയ്യുന്നത്. ലെവൻ്റെ പേരാണ് ലെവൻ, ചുമ്മാ പറയുന്നല്ല കേട്ടാ. ലെവൻ എന്നാണ് നമ്മളുടെ നായകൻ്റെ പേര്. ഇവിടെയുള്ള എല്ലാ വർക്കേഴ്സിൻ്റെയും ഹെഡാണ് ലെവൻ. ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി മൊത്തത്തിൽ റൺ ചെയ്യുന്നത് ഗ്രേസിയ ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. അവർക്കാണെങ്കിൽ നമ്മളുടെ ലെവനെ ഭയങ്കര കാര്യമാണ്. ഇതാണ് ജോ, ഇത് കാർല, ഇത് ഇവരുടെ മകൾ ജെനി. ഈ ഒരു ഫാമിലി ഒരുമിച്ചാണ് ഈ ഒരു കമ്പനിയൊക്കെ റൺ ചെയ്യുന്നത്. എന്നാൽ ജെനി ഇടയ്ക്ക് ചുമ്മാ ഹെൽപ്പാക്കാൻ വരുന്നതാണ് കേട്ടാ. അവൾ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ പെണ്ണിനാണെങ്കിൽ ഒടുക്കത്തെ ചിലവാ, പൈസ കുറേ ഉണ്ടല്ലോ. സോ ചുമ്മാ പൊട്ടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ കാർഡ് ചോദിക്കുന്നത്, അതും ഒരു പാർട്ടി നടത്താനായിട്ട്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടാ. ഒരു സെമസ്റ്റർ ജയിച്ചതിനാണ് ഈ ഒരു പാർട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതും $1640, ഏകദേശം 1.5 ലക്ഷത്തിൻ്റെ അടുത്ത്. അത് കണ്ടേക്ക് ജോ അങ്ങ് ഞെട്ടുന്നുണ്ട്. നിനക്കെന്തിനാണ് ഇത്രയും പൈസ? അത് പിന്നെ ഒരു സെമസ്റ്റർ ജയിച്ചാൽ ആഘോഷിക്കണ്ടേ? ഒരു സെമസ്റ്റർ ജയിച്ചതിന് ഇത്രയും പൈസ നടക്കൂല. ഇത് കേട്ടേക്ക് ജനിക്കാണെങ്കിൽ അങ്ങ് മൂഡ് പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഇതൊക്കെ കണ്ടിട്ട് ലെവനാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു കുടുംബത്തിൽ അവനക്ക് അത്രയും ഫ്രീഡം ഉണ്ട്. അങ്ങനെ അച്ഛൻ മകൾക്ക് ആ കാർഡ് അങ്ങ് കൊടുക്കുന്നു. ആ സമയത്താണ് സൈറ്റിലോട്ട് പതിവില്ലാണ്ട് ഒരു കാറ് വരുന്നത്. എന്താ നോക്കാൻ വേണ്ടിയിട്ട് ലെവൻ പോകുന്നുണ്ട്. നോക്കുമ്പോൾ അവൻ കാണുന്നത് ഒരു വർക്കറിനെ ഇട്ട് കുറെ ഗാങ്സ്റ്റേഴ്സ് അടിച്ചുകൊണ്ടിരിക്കുന്നതാ. ഇത് കണ്ടേക്ക് വളരെയധികം മര്യാദക്ക്, ബഹുമാനത്തിൽ, എന്തിനാ ചേട്ടാ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡാ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, ഇതിലിടപെട്ടാ നിന്റെ മൂക്കാമണ്ട അടിച്ചു പൊട്ടിക്കും. ഇത് കേട്ടേക്ക് ലെവനാണെങ്കിൽ 4 പൊട്ടിക്കുന്നുണ്ട്. അതും ഒരു ചുമ്മാ പൊട്ടിക്കലല്ല, ഭയങ്കര സ്കിൽഡും ട്രെയിൻഡുമായിട്ടുള്ള ഒരു ഫൈറ്റ്. ഞാൻ നിങ്ങളോട് മര്യാദക്ക് സംസാരിക്കുമ്പോൾ നിങ്ങളും തിരിച്ച് മര്യാദ കാണിക്കണ്ടേ? സോ പുള്ളിക്കാരന് മര്യാദ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വൻ വിഷയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ എണ്ണം ഗണ്ണും പിടിച്ചു വരുന്നത്. ഇത് കണ്ടേക്ക് ലെവൻ അവരുടെ ദേഹത്തോട്ട് സിമ്മന്റ് ചാക്കം എറിയുന്നു. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഷോട്ട് ഗൺ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടേക്ക് വന്നവന്മാരൊക്കെ പേടിച്ച് വിറച്ച് നിൽക്കുക. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. ഇനി നിന്നെയൊന്നും ഇവിടെ കണ്ടുപോരുത് എന്നും പറഞ്ഞ് എല്ലാത്തിനെയും പറഞ്ഞയക്കുന്നു. അങ്ങനെ ഈ സമയത്താണ് ജെനി വരുന്നത്. എൻ്റെ പൊന്നിലെവ, എങ്ങനെയാണ് ഇത്രയും പേര് ഒരുമിച്ചടിക്കുന്നത്? ഓ, നീ പണ്ട് ആർമിയിലായിരുന്നല്ലോ, എനിക്കും കൂടെ പഠിപ്പിച്ചു തരുമോ പ്ലീസ്? ഈ കരാട്ട ക്ലാസ്സും പിയാനോ ക്ലാസ്സൊക്കെ കേട്ട് മടുത്ത്. നീയൊന്ന് ചുമ്മാ ഭ്രാന്ത് പിടിപ്പിക്കാണ്ട് പോയേ. പിന്നെ ഇവിടെ നടന്ന കാര്യം നിന്റെ അച്ഛനും അമ്മയും അറിയണ്ട, മനസ്സിലായ? ഒരിക്കലുമില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നാൽ എൻ്റെ കൂടെ കാണണം എന്നും പറഞ്ഞ് അവളുടെ മുത്തശ്ശി ഉണ്ടാക്കിയൊരു ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ലെവന്. അതും ലെവന് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കിയ ഫുഡ്. സോ ആ ഫാമിലി മൊത്തത്തിലൊരു അംഗത്തെ പോലെയാണ് ലെവനെ കാണുന്നത്. അങ്ങനെ ലെവൻ നേരെ പോകുന്നത് തൻ്റെ അമ്മായിച്ചൻ്റെ വീട്ടിലോട്ടാണ്. അവിടെയാണ് മകളായ മേരി ഉള്ളത്. ഇവൻ്റെ വൈഫ് മരിച്ചു എന്നല്ല, സൂയിസൈഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ അമ്മായിച്ചൻ തൻ്റെ പേരക്കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് കേസ് കൊടുത്തു. സോ മേരി ഇപ്പോൾ ഗ്രാൻഡ്പാടെ കൂടെയാണ്. ഇടയ്ക്കൊരു വിസിറ്റിംഗ് ടൈം, അത്രേ ഉള്ളൂ ലെവന്. അങ്ങനെ ഈ സമയത്താണ് അമ്മായിച്ചൻ ചുമ്മാ ലെവനെ ഇട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഒരു നല്ല പേരൻ്റ് അല്ലാന്ന് ഞാൻ തെളിയിച്ചിരിക്കും. നീ വേണ്ട സമയങ്ങളിലൊന്നും എൻ്റെ മകളുടെ കൂടെയും നിൻ്റെ മകളുടെ കൂടെയും ഉണ്ടായിട്ടില്ല. നീ ഒരു കൊലയാളിയാ. എത്ര തേച്ച് മായ്ച്ച് കളഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല. ഇതൊക്കെ കേട്ടിട്ട് ഭ്രാന്ത് പിടിച്ച് പല്ലടക്കം കടിക്കുന്നുണ്ട് ലെവൻ. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. അവൻ ദേഷ്യം അമർത്തി പിടിച്ച് വണ്ടിയെടുത്ത് മേരിയും കൊണ്ട് പോകുന്നു. ഇനി എന്താണ് നമ്മളുടെ ലെവൻ്റെ മെയിൻ പ്രശ്നമെന്ന് അറിയണ്ടേ? ലെവൻ ഒരു ഫോമർ പട്ടാളക്കാരനാ. നിങ്ങൾ ഈ PTSD എന്ന് കേട്ടിട്ടുണ്ടോ? സംഭവം വേറെ ഒന്നുമില്ല, ആർമിക്കാർക്ക് വരാറുള്ള ഒരു മെൻ്റൽ കണ്ടീഷനാ. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇവൻറ്റിന് സാക്ഷിയാവുക അല്ലെങ്കിൽ പങ്കെടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ PTSD വരാൻ സാധ്യതയുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ്, ആങ്സൈറ്റി, അതേപോലെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ബ്രെയിൻ ട്രോമ, ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളുടെ ലെവൻ്റെ കേസിൽ PTSD ഉണ്ടായിട്ടും അത് നല്ലവണ്ണം കൺട്രോൾ ചെയ്തിട്ടാണ് അവൻ പൊക്കോണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു മിഷൻ്റെ ഭാഗമായിട്ട് പുറത്തു പോയപ്പോഴാണ് അവൻ്റെ വൈഫ് ഡിപ്രഷൻ കാരണം സൂയിസൈഡ് ചെയ്യുന്നത്.
അവളുടെ ലൈഫ് മൊത്തം ഡിപ്രഷനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. പക്ഷെ ഇത് മനസ്സിലാക്കാത്ത തൻ്റെ അമ്മായിയച്ഛൻ തൻ്റെ മകളെ കൊന്നെന്നും പറഞ്ഞ് കേസ് കൊടുത്തു. സോ മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അച്ഛന് തൻ്റെ മകളെ നോക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് കോടതി കുറച്ച് ലിമിറ്റേഷൻസും വെച്ചു. ആഴ്ചയിൽ 2 മണിക്കൂർ ലെവൻക്ക് മേരിയെ വിസിറ്റ് ചെയ്യാം. എന്നാൽ അതും കൂടെ ഇല്ലാണ്ടാക്കാനാണ് അമ്മായിയച്ഛൻ്റെ ശ്രമം. പക്ഷെ ലെവനാണെങ്കിൽ ഒരു റൂം പോലും എടുക്കാണ്ട് കാറിൽ കിടന്നുറങ്ങിയിട്ട് ആ പൈസ ലാഭിച്ച് കേസ് നടത്തിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും മേരിയും ലെവനും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട്. അവൾക്ക് അവളുടെ ഗ്രാൻഡ് പാനേക്കാളും ഇഷ്ടം സ്വന്തം അച്ഛനെ തന്നെയാണ്. പിന്നെ നമ്മളുടെ അമ്മായിയച്ഛൻ പറയുന്ന ഒരു കാര്യത്തിൽ അല്പം സത്യമുണ്ട്, അതാണ് വയലൻസ്. എത്രയൊക്കെ വേണ്ടാന്ന് പറഞ്ഞു പോയാലും ലെവൻ്റെ പിന്നാലെ വരും വയലൻസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെനിയും ഫ്രണ്ട്സിനെയും കാണിക്കുന്നത്. ഇവര് വലിയൊരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് വൻ പാർട്ടിയിലാ. ക്യാഷിൻ്റെ ഓരോ കുന്തളിപ്പേ. അങ്ങനെ പാർട്ടി തുടങ്ങി. ബാറ്, പബ്ബ്, ഡാൻസ്, ഫോട്ടോ എടുക്കല്, എന്ത് തേങ്ങയാണേലും ശരി ഇവരുടെ പിന്നാലെ 2 ആൾക്കാരുണ്ട്. അതാണ് വൈപ്പർ, ഇതവൻ്റെ ലവർ. ഇവർ 2 പേരും കൂടെ ഇവരെങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ അങ്ങോട്ടൊക്കെ പോയി ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് ആർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവരറിയാത്തൊരു സംഭവമുണ്ട്. ഈ പിള്ളേർ എപ്പോഴൊക്കെ സെൽഫി എടുക്കുന്നുണ്ടോ അതിലറിയാണ്ട് വൈപ്പറും ലവറും പെടുന്നുണ്ട്. അങ്ങനെ ജെനിയും ടീംസും കൂടെ ആഘോഷത്തിന്റെ അവസാന ഘട്ടത്തിലോട്ട് കടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്കിപ്പർ ബാർ എന്ന് പറയുന്ന ലോക്കൽ ബാറിലോട്ട് പോകുന്നുണ്ട്. അവിടെ അതാ ജോണി എന്ന് പറയുന്ന ഒരുത്തൻ നമ്മളുടെ ജെനിയുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നു. പക്ഷെ ജെനിയാണെങ്കിൽ അതൊന്നും കാര്യമാക്കുന്നില്ല കേട്ടാ. എന്നാൽ ജെനിയും ടീംസും എപ്പോഴാണ് ഇങ്ങോട്ട് വന്ന് അപ്പം തന്നെ വൈപ്പറിനും ലവറിനും മെസ്സേജ് അയക്കുന്നുണ്ട് ജോണി. അങ്ങനെ വൈപ്പർ ബാറിലെത്തി. സോ ഇവർ 3 പേരും ഒരു ടീമാ. ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നും ഏതാണെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെനിയുടെ ഫ്രണ്ട് വാള് വെക്കാൻ പോകുന്നത്. അപ്പം തന്നെ അവളെയും കൊണ്ട് നേരെ ബാത്റൂമിലോട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ബാറിൻ്റെ നടുമുറ്റം അത്തക്കളം കൊണ്ട് അലങ്കരിക്കുകയെ. അങ്ങനെ ബാത്റൂമിൽ നിന്ന് പുറത്ത് കിടക്കുന്ന സമയത്താണ് തൻ്റെ ഫ്രണ്ട് പോലും അറിയാണ്ട് വൈപ്പറും ലവറും കൂടെ ജെനി അങ്ങ് തട്ടിക്കൊണ്ടു പോകുന്നത്. വാ പൊത്തുന്നു, കാറിലോട്ടിടുന്നു, കൊണ്ടുപോകുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. കൺസ്ട്രക്ഷൻ സൈറ്റിലാണെങ്കിൽ മുഴുവൻ പോലീസാ. ജോഡിയും വൈഫിൻ്റെയും കാര്യം പിന്നെ പറയണ്ടല്ലോ, ആകെ വിഷമിച്ചില്ലാണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ലെവൻ ഇവരെ കാണാൻ വരുന്നത്. ലെവൻ ഫ്രൈഡേ പോയതവള് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അത് മാത്രമല്ല, എൻ്റെ ഒരു കസിൻ ഉണ്ട്, പുള്ളിക്കാരൻ പോലീസാണ്. അവൻ പറയുന്ന അനുസരിച്ച് ഇങ്ങനെയുള്ള കേസിലൊന്നും പോലീസുകാർ അന്വേഷിക്കാറില്ല, ചുമ്മാ റിപ്പോർട്ട് ഉണ്ടാക്കി വിടും. അതുകൊണ്ട് ഞങ്ങൾക്കാരും വിശ്വാസമില്ല. ലെവൻ, നിനക്ക് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ അച്ഛനും നീയൊക്കെ പണ്ട് ആർമിയിലുണ്ടായിരുന്ന ആൾക്കാരല്ലേ. മോശപ്പെട്ടവരെ തേടി പിടിച്ച് കൊല്ലുന്നവരാ നിങ്ങൾ. നിന്നെക്കൊണ്ട് മാത്രമേ എൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ജോ, എൻ്റെ ലൈഫ് പാകം മാറി. ആ പഴയ ലെവനല്ല ഞാനിപ്പോൾ. അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല. ഇത് കേട്ടേക്ക് കെട്ടുകണക്കിന് ക്യാഷാണ് ഈ അച്ഛനും അമ്മയും അവനക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം പൈസയുടെ അല്ല. ഈ വക പ്രശ്നത്തിലൊക്കെ ഇടപെട്ടിട്ട് അതെങ്ങാനും അമ്മായിയച്ഛൻ അറിഞ്ഞാൽ അങ്ങേര് നന്നായിട്ട് അതങ്ങ് കേസിൽ യൂസ് ചെയ്യും. സോ പിന്നെ അങ്ങോട്ട് തൻ്റെ മകളെ കാണാൻ കൂടെ പറ്റില്ല. സോ അവൻ ചെയ്യില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവരാണെങ്കിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ ലെവൻ നേരെ പോകുന്നത് അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഗണ്ണിയുടെ വീട്ടിലോട്ടാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും ഇവനോടാണ് ഷെയർ ചെയ്യുക. ഇങ്ങേർക്കാണെങ്കിൽ കണ്ണ് കാണില്ല. പണ്ടൊരു മിഷനകത്ത് നഷ്ടപ്പെട്ടതാ. എന്നാൽ അന്ന് അവൻ്റെ ജീവൻ രക്ഷിച്ച് ലെവനാ. എന്നാൽ കണ്ണില്ലേലും ശബ്ദം വെച്ച് ഹണ്ട് ചെയ്യാൻ മിടുക്കനാ. അങ്ങനെ ജെനിയുടെ കേസിൽ ഒരു അഡ്വൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്തുണ്ടേലും ഞാൻ അവളുടെ കൂടെ നിൽക്കുമെന്ന് വാക്കുകൊടുത്തതാ. എൻ്റെ പൊന്നിലെവനെ, എനിക്കും അറിയാം നിനക്കും അറിയാം, എന്ത് വില കൊടുത്തും നീ അവളെ രക്ഷിച്ചിരിക്കുമെന്ന്. അതിലിപ്പോൾ വരും വരായിക നോക്കിയിട്ട് ഞാൻ നിന്നെ തടഞ്ഞാലും നീ പോകുന്നുള്ളത് നമുക്ക് 2 പേർക്കും അറിയാം. സോ പോവാൻ തന്നെയാണ് ലെവൻ്റെ തീരുമാനം. കാരണം അവൻ കൊടുത്തൊരു വാക്കുണ്ട്, ജെനിയുടെ കൂടെ നിൽക്കുന്നുള്ള വാക്ക്. അങ്ങനെ ലെവൻ ജോയെ കാണാൻ പോകുന്നു. അങ്ങേരാണെങ്കിൽ മകളെയും കുറിച്ച് ഓർത്ത് കുടിച്ച് ഇല്ലാണ്ടായിട്ടുണ്ട്. ജോ, എൻ്റെ ഭാര്യ മരിച്ചപ്പോഴും ആർമിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടപ്പോഴും നിങ്ങൾ മാത്രം ക്ഷമയോടെ എന്നെ കൂടെ നിർത്തിയത്. നിങ്ങളാണ് എൻ്റെ കുടുംബം. സോ ജെനിക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ ഞാൻ പോവും എന്നും പറഞ്ഞങ്ങ് ഇറങ്ങി തിരിക്കുന്നുണ്ട് ലെവൻ. ആദ്യം തന്നെ അവൻ പോകുന്നത് അവളെ അവസാനമായിട്ട് ആൾക്കാർ കണ്ട സ്കിപ്പർ ബാറിലോട്ടാണ്. ഇങ്ങേരുടെ വണ്ടിയിലാണെങ്കിൽ മാരക സെറ്റപ്പാ, വലിയൊരു ക്യാമറയൊക്കെ ഉണ്ട്. അങ്ങനെ ലെവൻ ബാറിൽ കയറുന്നു. അവിടെയാണെങ്കിൽ സംശയിക്കത്തക്ക ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോഴാണ് ഒരു കാഴ്ച അങ്ങ് കാണുന്നത്. നമ്മളുടെ ജോണി വരുന്നവർക്കും പോകുന്നവർക്കും കഞ്ചാവ് വിൽക്കുന്നു. ഇത്രയും വലിയൊരു ക്രൈം ഇങ്ങേരൊരു കൂസലും ഇല്ലാണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെ സംശയിക്കാം. അങ്ങനെ ലെവൻ ബാറിൻ്റെ ബാത്റൂം സൈഡിലോട്ട് പോയി നോക്കുമ്പോൾ സെക്യൂരിറ്റി ക്യാമറയൊക്കെ ഡിസ്കണക്റ്റഡാ. അത് മാത്രമല്ല, അവിടുന്ന് ജെനിയുടെ മാലയുടെ മണി കിട്ടുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ടാണ് കിഡ്നാപ്പ് നടന്നിട്ടുള്ളതെന്നുള്ളത് ലെവൻ ഉറപ്പായി. അങ്ങനെ ബാറടച്ചു. ജോണി വീട്ടിലോട്ട് പോകുന്നു. എന്നാൽ അവൻ പോകുന്നതാണെങ്കിൽ പോർഷെ കാറിലാണ്. ഒരു സാധാരണ ബാർടെൻഡറിൻ്റെ കയ്യിൽ കോടികൾ വിലയുള്ള പോർഷെ. സോ ഇവൻ ചെറിയ പുള്ളിയല്ല. എന്നാൽ ഇവൻ അറിയാത്തൊരു കാര്യമുണ്ട്. ഇവൻ്റെ കാറിനടിയിൽ ഒരു ട്രാക്കർ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ലെവൻ. അതും വെച്ച് അവൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചു. പിന്നെ ലെവൻ ഒന്നും നോക്കിയില്ല, തോക്കും പിടിച്ച് അങ്ങ് ചെല്ലുന്നുണ്ട്. അതും ഒരു യമണ്ടൻ ഷോട്ട് ഗണ്ണും ഉണ്ട്. ജോണിക്കാണെങ്കിൽ അവൻ്റെ ഗണ്ണ് പോലും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ലെവൻ ജെനിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ജോണി ആണെങ്കിൽ അറിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവൻക്ക് നല്ല മിലിറ്ററി ലെവൽ പണിഷ്മെൻ്റ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
മോനെ ജോണി, നിന്റെ മൈൻഡ് നിന്നോട് പറയുന്നുണ്ടാവും നീ കിടക്കുന്നത് ബാത്ടബിലാണെന്നും നിന്റെ മുഖത്ത് വെറും നനഞ്ഞ ടവലാണെന്നൊക്കെ. പക്ഷെ നിന്റെ അഡ്രനാലിൻ നിന്റെ ഹാർട്ട് ബീറ്റിനെ കൂട്ടും. അതോടുകൂടെ മുങ്ങി മരിക്കുന്ന ഫീലാണ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറ. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ജോണിക്കാണെങ്കിൽ വാശി. പിന്നെ പറയണ്ടല്ലോ, ടോർച്ചറിന്റെ ഡോസ് അങ്ങ് കൂട്ടുന്നു. എടോ, നീ പറയുന്ന ആ പെണ്ണിനെ കൊണ്ടുപോയിരിക്കുന്ന ഹൈ ലെവൽ മച്ചാമാരാ. അവരുടെ പിന്നാലെ എങ്ങാനും പോയി കഴിഞ്ഞാൽ നീയല്ല നിന്റെ ജനറേഷൻ അടക്കം ഇല്ലാണ്ടാവും. ഇത് കേട്ടേക്ക് ആരാണ് ഇതിന്റെ പിന്നിലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് രണ്ടാൾക്കാർ ജോണിയുടെ റൂമിലോട്ട് വരുന്നത്. അവരുടെ സൗണ്ട് കേട്ടേക്ക് ജോണി അങ്ങ് അലറുന്നുണ്ട്. അവന്മാരാണേലോ ഗണ്ണും പിടിച്ച് വെക്കുന്നു. അങ്ങനെ ലെവൻ ജോണിയുടെ ബാക്കിൽ ഗണ്ണും വെച്ച് ഡോർ അങ്ങ് തുറക്കുന്നുണ്ട്. ഇത് കണ്ടേക്ക് വന്നവന്മാരാണെങ്കിൽ പട്ടപ്പടാന്ന് പൊട്ടിക്കുന്നുണ്ട്. സോ ജോണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതേപോലെ വന്നവന്മാരുടെ കാര്യത്തിൽ ലെവൻ ഒരു തീരുമാനാക്കുന്നുണ്ട്. അങ്ങനെ ലെവൻ ഇവരെ പരിശോധിക്കുന്നു. നോക്കുമ്പോൾ അവരുടെ ദേഹത്താണെങ്കിൽ കുറേ ടാറ്റു ഉണ്ട്. ആ ടാറ്റു കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വന്നിരിക്കുന്നത് റഷ്യൻസ് ആണ്. അപ്പം തന്നെ ലെവൻ ഒന്ന് പതറുന്നുണ്ട്. കാരണം റഷ്യൻ മാഫിയ എന്ന് പറയുന്നത് ചില്ലറ സെറ്റപ്പ് ഒന്നുമില്ല. അത് മാത്രമല്ല, ഇവരുടെ അരയിലാണെങ്കിൽ നോട്ട് കെട്ടുകളാണ്. സോ ഇവർ ഡ്രഗ് ഡീലിന് വന്നതാവാനാണ് ചാൻസ്. അങ്ങനെ അവിടെയുള്ള മുഴുവൻ പൈസ ലെവൻ എടുക്കുന്നു. കാണുമ്പോൾ ഇതൊരു റോബറി ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പോരാത്തതിന് മുന്നോട്ടുള്ള യാത്രക്ക് ഉറപ്പായിട്ടും പൈസ ചെലവ് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു. ലെവൻ ജോണിയുടെ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് ഇതിന് പിന്നാലെ വേറെ ആരെങ്കിലും വരുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ വന്നു, അതും ഒരു ബെൻസ് കാറിൽ. ടോട്ടൽ 3 പേര്. അതിൽ 2 ആൾക്കാരാണെങ്കിൽ നല്ല കിഡിലൻ കോസ്റ്റ്യൂം ഇട്ടിട്ടാ. ഇനി മൂന്നാമത്തവൻ, അവനാണ് ഇവരുടെ ബോസ് മാത്രമല്ല ഇവന്മാരുടെ അങ്കിളും. ഇതെല്ലാം മറ്റേ യമണ്ടൻ ക്യാമറ കൊണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലെവൻ. അങ്ങനെ ഇവർ 3 പേരും കൂടെ ജോണിയുടെ റൂമിൽ കയറുന്നു. ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് കോസ്റ്റ്യൂം ഇട്ടവന്മാർ വിചാരിക്കുന്നത് ഡീലിനകത്ത് എന്തോ സംഭവിച്ചു, പരസ്പരം വെടിവെച്ച് മരിച്ചു എന്നാ. എന്നാൽ ഈ മേഡറിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. അത് കണ്ടുപിടിക്കുന്നത് ബോസും. ഇവരുടെ നെഞ്ചത്ത് കയറിയിട്ടുള്ള ബുള്ളറ്റ് ഷോട്ട് ഗൺ ബുള്ളറ്റാ. മരിച്ചവരുടെ കയ്യിലാണെങ്കിൽ ഷോട്ട് ഗൺ ഇല്ല. സോ പുറത്തുനിന്നുള്ള ഒരാളാണ് കൊന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവർ കൊണ്ടുവന്ന പൈസയും കൊണ്ടാണ് കൊന്നവൻ പോയിരിക്കുന്നത്. എന്നാൽ റഷ്യൻസിൻ്റെ പണം അടിച്ചുകൊണ്ട് പോകാൻ മാത്രം ധൈര്യമുള്ളവന്മാരൊന്നും ഈ നാട്ടിലില്ല. അതും ഇത്രയും വലിയ ബോസിന്റെ പണം. പക്ഷേ ഈ ഒരു ബോസിനെയൊക്കെ നമ്മളുടെ ലെവൻ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇവരൊക്കെ അത്രയും ആരും അറിയാണ്ട് മറ്റ് ഇലുമിനാറ്റിയൊക്കെ കളിക്കുന്ന പോലെ പരിപാടി തീർക്കുന്ന ടീംസാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ക്ലീനിങ് സർവീസ് അപ്പാർട്ട്മെന്റിലോട്ട് വരുന്നത്. ആ സർവീസിലുള്ളവരാണെങ്കിൽ മൊത്തം സ്ത്രീകളും. ഇവർ വരുന്നു, അകത്തുള്ള ബോഡീസ് എല്ലാം പീസാക്കി ഡ്രമ്മിലാക്കി കൊണ്ടുപോകുന്നു. ചുരുക്കി പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു മേർഡറേ നടന്നിട്ടില്ല എന്ന രൂപത്തിലാക്കി മാറ്റുന്നുണ്ട്. ഇതെല്ലാം ഇത്രയും ഇവർ സൂക്ഷിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിൻഡിക്കേറ്റ് അത്ര ചെറുതല്ല. അങ്ങനെ അങ്കിളും പിള്ളേരും കൂടെ അവരുടെ വീട്ടിലോട്ട് പോകുന്നു. അവരെ ഫോളോ ചെയ്ത് ലെവനും. ഇങ്ങേരുടെ വീടാണെങ്കിൽ ഒരു കാടിനകത്താ. ഒന്ന് ഒച്ച വെച്ചാൽ പോലും ഒരു മനുഷ്യനറിയില്ല. അങ്ങനെ ലെവൻ ബോസിന്റെ വീട്ടിലോട്ട് സ്കാനർ വെക്കുന്നു, അതോടൊപ്പം ക്യാമറയും. അവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് ഇവൻ ഇവിടെ ഇരുന്ന് കാണും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോസിന്റെ വൈഫ് സംസാരിക്കാൻ വരുന്നത്. അങ്ങേരാണെങ്കിൽ ഇന്നത്തെ ഒരു സംഭവത്തിൽ ഭ്രാന്തെടുത്തിട്ടിരിക്കേ. അതുകൊണ്ട് തന്നെ ആ ദേഷ്യം മൊത്തം വൈഫിന്റെ മേലങ്ങ് തീർക്കുന്നുണ്ട്. വൈഫാണെങ്കിൽ അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവള് പോയ ഒരു കറക്റ്റ് സമയം നോക്കി വീടിനകത്ത് കയറുകയെന്ന് മാത്രമല്ല, തിളച്ച ചായ എടുത്തിട്ട് അങ്ങേരുടെ മുഖത്തേക്ക് അങ്ങ് ഒഴിക്കുന്നുണ്ട്. അതോടൊപ്പം ഒന്നങ്ങ് കൊടുക്കുന്നു. അപ്പം തന്നെ ബോധവും പോകുന്നുണ്ട്. ബോധം വരുമ്പോൾ അങ്ങേര് ലെവന്റെ മുന്നിലാ. അതും ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്നു. നീ ഒച്ച വെച്ചാ പിന്നെ നീ വെള്ളത്തിൽ കിടക്കും എന്നും പറഞ്ഞ് സ്വിമ്മിംഗ് പൂളിലോട്ട് ആക്കി വെച്ചിരിക്കുകയാണ് അവനെ. എന്തേലും കണ്ണന്തിരിവ് കാണിച്ചാൽ ചെയറോടുക്കനെ വെള്ളത്തിലോട്ടിടും. കയ്യും കാലും കെട്ടിവെച്ചുകൊണ്ട് നീന്താനും പറ്റില്ല. എടാ, നീ ആരുമായിട്ടാ കോർക്കുന്നതെന്നറിയോ? വോർ എന്ന ബ്രദർഹുഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പിന്നെ ധാരാളം കേട്ടിട്ടുണ്ട്. വോർ, ബ്രദർഹുഡ്, അങ്ങനെ ധാരാളം പേരുകളുണ്ട് റഷ്യൻ ഗാങ്സ്റ്റേഴ്സായ നിങ്ങൾക്ക്. അത് മാത്രമല്ല, നിങ്ങൾക്കായിട്ടൊരു നിയമം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. വോറിൻ്റെ സോൾജർമാരെയാണ് നീ കൊന്നുകളഞ്ഞ്. വോറിൻ്റെ പൈസ എടുത്തു. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ പൈസ എടുക്കാൻ ഞാൻ കള്ളനല്ല എന്നും പറഞ്ഞിട്ട് ആ പൈസ അങ്ങ് വെതറുന്നുണ്ടവൻ. നിങ്ങളുടെ ഗ്യാങ്ങുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല ഞാൻ. അതെല്ലാം മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. എനിക്ക് വേണ്ടത് ഇതാ എന്നും പറഞ്ഞ് ജെനിയുടെ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഒരു ഐഡിയ ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. നിന്റെയൊക്കെ സ്കിപ്പർ ബാറിയുന്ന ഇവളെ കാണാണ്ടായി. അപ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തിൽ റഷ്യൻ ഭാഷയിൽ എന്തൊക്കെയോ ബോസ് പറയുന്നത്. അത് മാത്രമല്ല, ദിമി എന്നൊരു പേരും പറയുന്നുണ്ട്. ഇങ്ങേരുടെ ഒച്ചപ്പാട് കേട്ടിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് ലെവൻ. അതിന് മാത്രമല്ല, നേരത്തെ ഭാര്യനെ പോയി ചൊറിഞ്ഞതിനും കൊടുക്കുന്നുണ്ട്. എടാ, നീ ആരാണേലും എന്താണേലും ഞങ്ങളുടെ ഗ്യാങ് ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ നിന്റെ 3 ജനറേഷൻ വരെ ഹണ്ട് ചെയ്യപ്പെടും. അതാണ് വോർ ഗ്യാങ് എന്നും പറഞ്ഞ് ഒച്ചപ്പാടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടേക്ക് പണ്ടാരെന്നും പറഞ്ഞ് അങ്ങേരെ അങ്ങ് വെള്ളത്തിലോട്ടിട്ട് കൊല്ലുന്നുണ്ട് നമ്മളുടെ ലെവൻ. എന്തൊക്കെ പറഞ്ഞാലും ലെവൻ വോർ എന്ന മാരക ഗ്യാങ്ങുമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലെവൻ അവൻ്റെ ഫോൺ എടുക്കുന്നു. എന്നിട്ട് ഇത്രയും നേരം ബോസ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുണ്ട് മറ്റേ റഷ്യൻ ഭാഷയിൽ സംസാരിച്ച കാര്യങ്ങൾ. അവൻ അപ്പം തന്നെ ട്രാൻസ്ലേറ്റർ എടുക്കുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാ: എടാ ദിമി, നശിച്ചവനെ, നീ എൻ്റെ മോൻ തന്നെയാണോടാ? ഇമാതിരി പരിപാടികളൊക്കെ എന്തിനാടാ നീ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്?
ഇത് കണ്ടേക്ക് ലെവന് മനസ്സിലായി ദിമി മരിച്ച ബോസിന്റെ മകനാണ്. പക്ഷേ ഈ മകനെ എവിടെ പോയിട്ട് തപ്പും? അങ്ങനെ കുറെ സമയം കഴിഞ്ഞു. നമ്മളുടെ ക്ലീനിങ്ങിന്റെ ആൾക്കാരെത്തി. എന്നിട്ടൊരു മുടി പോലും ബാക്കി വെക്കുന്നില്ല, എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് കോസ്റ്റ്യൂം ഇട്ട ചെക്കന്മാരുടെ കൂടെ മറ്റൊരാളും വരുന്നത്. അതാണ് ഈ ചെക്കന്മാരുടെ തന്ത, മരിച്ച ബോസിനേക്കാൾ ഇവരുടെ ഗ്യാങ്ങിലെ ഹൈ റാങ്കിലിരിക്കുന്നവൻ. പേര് സിമോൺ. അങ്ങനെ സിമോൺ വരുന്നു, ക്യാമറാസ് ഒക്കെ ചെക്ക് ചെയ്യുന്നു. ഇങ്ങേരാണെങ്കിൽ വളരെ കാമൻ കൂളായിട്ടുള്ള ഒരു മനുഷ്യനാ, പക്ഷെ ഭ്രാന്ത് പിടിച്ച ബാക്കി ഞാൻ പറയുന്നില്ല. അങ്ങനെ ക്യാമറയിൽ നല്ല വ്യക്തമായിട്ട് കാണാനുണ്ട് നമ്മളുടെ ലെവനെ. അവൻ ജോണിയും കൊന്ന് പൈസ എടുത്തു. എന്നിട്ട് ആ പൈസ ഇവിടെ വലിച്ചെറിയുകയും ചെയ്തു. ആരാവൻ? എന്തിനാണവൻ ഇതെല്ലാം ചെയ്യുന്നത്? ഒന്നുറപ്പാ, ഇമാതിരി കേസ് കേട്ടൊന്നും വോളോ വീട്ടിലോട്ട് കൊണ്ടുവരാറില്ല. സോ ഇതിൽ ദിമി ഇൻവോൾവ്ഡ് ആണ്. ആ പന്ന എവിടെണ്ടേലും കണ്ടുപിടിക്കാൻ നോക്ക്. ഈ വോളോ എന്ന് പറയുന്നത് നമ്മളുടെ മരിച്ച ബോസാണ് ട്ടാ. ഇതേ സമയം ലെവനെ കാണിക്കുന്നുണ്ട്. ലെവനാണെങ്കിൽ ഡ്രഗ് എൻഫോഴ്സ്മെന്റിൽ വർക്ക് ചെയ്യുന്ന അവന്റെ പഴയ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. ഇങ്ങേരും പണ്ട് ആർമിയിലായിരുന്നിട്ടാ. ഇതാര്? സാധാരണ നീ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാ. സോ പറ, എന്താണ് വേണ്ടത്? എനിക്ക് ദിമി എന്ന് പറയുന്നവൻ്റെ റിപ്പോർട്ട് വേണം. അവൻ്റെ അച്ഛൻ്റെ പേര് വോളോ. ഇത് കേട്ടേക്ക് കൂട്ടുകാരൻ അങ്ങ് ഞെട്ടുന്നുണ്ട്. എൻ്റെ പൊന്നിലവ, നീ റഷ്യൻ മാഫിയുമായിട്ടാണ് കോർത്തുകൊണ്ടിരിക്കുന്നത്. ഹാറ്റി എന്ന് പറഞ്ഞിട്ടൊരു ബാറുണ്ട്. അവിടെയാണ് പ്രധാനമായിട്ട് റഷ്യൻസിനുള്ള മെത്ത് വിൽപ്പന ചെയ്യുന്നത്. അവിടെ കയറി അന്വേഷിച്ചാൽ എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെനിയെ കാണിക്കുന്നത്. അവളാണെങ്കിൽ ഇത്രയും ദിവസമായിട്ടും സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത്യാവശ്യം കരാട്ടെ ക്ലാസ് കേട്ടുകൊണ്ടും കുറച്ച് മനക്കെട്ടുള്ളതുകൊണ്ടൊക്കെ അവൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇതേ സമയം ലെവനാണേലോ നേരെ ഹാറ്റി ബാറിലോട്ട് പോകുന്നു. അപ്പോഴാണ് ബാറിലെ സെക്യൂരിറ്റി റൂം കാണിക്കുന്നത്. ഇതാണ് അലക്സ്, ഇത് ജാക്കി. ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡച്ച് എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ്. അവർ പറയുമ്പോൾ തന്നെ ഒരു ഭയം അവരുടെ മുഖത്തൊക്കെയുണ്ട്. കാരണം ഡച്ചാണ് ഈ ഒരു സ്ഥലം മൊത്തത്തിൽ റൺ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇവർ റഷ്യൻസ് അല്ലാട്ടാ, റഷ്യൻസിന് വേണ്ടിയിട്ട് ഡ്രഗ്സ് വിൽക്കുന്ന ആൾക്കാരാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാമറയിലൂടെ ജാക്കി ലെവനെ കാണുന്നത്. ലെവന്റെ പോക്കറ്റിലാണെങ്കിൽ ഗണ്ണുണ്ട്. അത് മാത്രമല്ല, ലുക്ക് കണ്ടിട്ട് പോലീസുകാരൻ്റെ പോലെയുണ്ട്. സോ അവൻ ആരാണെന്നും എന്താണെന്നും അറിയാൻ വേണ്ടി അലക്സ് ലെവന്റെ അടുത്ത് ചെന്നിരിക്കുന്നുണ്ട്. ലെവൻ അപ്പം തന്നെ കുറച്ച് പൈസ അങ്ങ് എടുത്തു വെക്കുന്നു. സംഭവം വേറൊന്നുമില്ല, ഇവൻ ഡ്രഗ്സ് വാങ്ങാൻ വന്നതാണ് എന്ന് കാണിക്കാനാ. അങ്ങനെ അലക്സ് ലെവനെയും കൊണ്ടുപോകുന്നത് ഇവരുടെ നേതാവിൻ്റെ അടുത്തോട്ടാണ്, അതായത് ഡച്ചിൻ്റെ അടുത്തോട്ട്. നിങ്ങളാരാ? എന്തിനു ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. സോ നിങ്ങളെനിക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ സാധനം തന്ന പ്രോഫിറ്റിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്കും ഉണ്ടാവും. സോ ബിസിനസ് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? ഇത് കേട്ടേക്ക് നീ പോലീസ് അല്ലേടാന്നും പറഞ്ഞ് ഒരു മര്യാദകേട് അങ്ങ് കാണിക്കുന്നുണ്ട് ഡച്ച്. മര്യാദകേട് കാണിച്ചാൽ അറിയാലോ, മര്യാദകേട് കാണിച്ചവനെ കൊണ്ട് തന്നെ മര്യാദ കാണിപ്പിക്കും. അങ്ങനെ ഡച്ച് പറയുന്ന അനുസരിച്ച് എല്ലാം കൂടെ തല്ലാൻ വന്നിരിക്കുകയാണ് ലെവനെ. പക്ഷെ ലെവൻക്ക് ഇതൊക്കെ എന്ത്, എല്ലാത്തിനെയും അങ്ങ് അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുന്നുണ്ട്. അടിയോടടി. ലെവനാണെങ്കിൽ സിമ്പിളായിട്ട് ഓരോന്നിനെ വെച്ച് ഇങ്ങനെ തീർത്തോണ്ടിരിക്കുക. അങ്ങനെ ഇവന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് അടിയെല്ലാം നിർത്താൻ പറയുന്നു നമ്മളുടെ ഡച്ച്. അത് മാത്രമല്ല, ലെവൻക്ക് കൊടുക്കേണ്ട മര്യാദ അവൻ ഏൺ ചെയ്തു. സോ ഇനി അങ്ങോട്ട് ഇവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബിസിനസ് സംസാരിക്കാൻ തന്നെയാണ് തീരുമാനം. നീ ഒരു പോലീസല്ലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം നിന്റെ കയ്യിലെ തഴമ്പ് കണ്ടാലറിയാം നീ ഒരു കൺസ്ട്രക്ഷൻ പണിക്കാരനാണ്. പക്ഷെ നീ ഒരു സോൾജറാണ്, കാരണം നീ ഫൈറ്റ് ചെയ്യുന്ന രീതി അങ്ങനെയാ. അതെ, ഞാനൊരു ഫോമർ സോൾജറാണ്. ഇത് കേട്ടേക്ക് ഡച്ചിനാണെങ്കിൽ ഒന്നുകൂടെ വിശ്വാസവും ബഹുമാനമൊക്കെ വരുന്നുണ്ട്. കാരണം പുള്ളിക്കാരനും പണ്ട് ആർമിയിലായിരുന്നു. അങ്ങനെ ബിസിനസ് സംസാരിക്കാൻ തുടങ്ങി. ഡച്ച്, എനിക്ക് റെഗുലറായിട്ട് സാധനം വേണം, അതും ഹൈ വെയിറ്റിൽ. നീ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ ഇവിടെ അടുത്തൊരു കഫേ ഉണ്ട്, അങ്ങോട്ട് വരണം. വരുമ്പോൾ ക്യാഷുമായിട്ട് വേണം വരാൻ. അങ്ങനെ ഡീൽ ക്ലോസ് ചെയ്യുന്നു, പോകുന്നു. അങ്ങനെ രാവിലെയായി. ഡച്ച് പറഞ്ഞ അനുസരിച്ച് ലെവൻ കഫേയിലെത്തി. അവിടെ അതാ ഇവനെയും കാത്ത അലക്സും ജാക്കിയും. ജാക്കിയാണെങ്കിൽ ഇവൻ എന്തേലും കണ്ണന്തിരിവ് കാണിക്കുമെന്നും വിചാരിച്ച് തൂക്കും പിടിച്ചാണ് ഇരിക്കുന്നത്. സോ നമ്മളുടെ ലെവന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ലെവൻ പൈസ കൊടുക്കുന്നു. പക്ഷെ തിരിച്ചു കിട്ടുന്ന ഡ്രഗ്സ് അല്ല, ഒരു ബേണർ ഫോൺ മാത്രമാണ്. ഇത് കണ്ടേക്ക് ലെവനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഡച്ച് നിങ്ങളെ വിളിച്ചോളും. ഇത് കേട്ടേക്ക് ലെവൻ പറയാണ്, നീയൊക്കെ കൂടെ പൈസയും വാങ്ങി എനിക്കിട്ട് ഉണ്ടാക്കിയ നിന്നെയൊക്കെ എവിടെ കയറി പൊക്കണമെന്നുള്ളത് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ഇത് കേട്ടേക്ക് അലക്സ് ആണെങ്കിൽ പാൻറ്റി മുള്ളിയിലാന്നുള്ളൂ. അങ്ങനെ ലെവൻ പോകുന്നു. അപ്പോഴാണ് അവർ കൊടുത്ത ഫോണിലോട്ട് കോള് വരുന്നത്. വിളിക്കുന്നത് ഡച്ചാ. ഡച്ച്, പൈസയാണെന്നു. സാധനം എവിടെ? സാധനം സേഫായിട്ട് നിന്റെ സീറ്റിൻ്റെ അടിയിലുണ്ട്. സീറ്റിൻ്റെ അടിയിൽ കൈയിട്ടപ്പുണ്ട്, സാധനം അവിടെ. ചുരുക്കി പറഞ്ഞാൽ മുഖാമുഖം ഡീൽ ചെയ്യാനും ഹൈ വെയിറ്റിൽ സാധനം കൊടുക്കാനും ഇനിയും ഡച്ചിന് ഇവനെ വിശ്വാസം വരാനുണ്ട്. സോ നമുക്കൊന്നുകൂടെ കാണണമെന്നും പറഞ്ഞ് ഡച്ച് അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിട്ടാകെ ഭ്രാന്ത് എടുക്കുന്നുണ്ട് ലെവന്. അങ്ങനെ ലെവൻ കിട്ടിയ മരുന്ന് അന്തസ്സായിട്ട് അങ്ങ് വലിച്ചെറിയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈപ്പറിനെയും ലെവറിനെയും കാണിക്കുന്നത്. ഇവർ നമ്മളുടെ ജനയും കൊണ്ട് ഇവരുടെ ബോസായ ദിമി പറഞ്ഞതനുസരിച്ച് വലിയൊരു പണച്ചാക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, ജെനിയെ വിൽക്കാനാ. എന്നാൽ ജെനിയാണെങ്കിൽ പണച്ചാക്കിനിട്ട് ഒരു 8ന്റെ പണിയാണ് കൊടുക്കുന്നത്. അങ്ങേരുടെ മുഖത്തിൻ്റെ ഒരു സൈഡ് കടിച്ച് പറിച്ച് ഇല്ലാണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ലെവനെ കാണിക്കുന്നത്.
ഡച്ച് പിന്നെ വിളിക്കുന്നു. എന്തായി, നിന്റെ കസ്റ്റമേഴ്സിന് ഞാൻ തന്ന സാധനം ഇഷ്ടമായോ? പിന്നല്ല, എനിക്കിനിയും സാധനം വേണം. ഞാൻ പറഞ്ഞല്ലോ, അതും ഹൈ വെയിറ്റിൽ. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാനിപ്പോൾ വിളിച്ച്. എനിക്ക് ഈ സാധനം കിട്ടുന്ന കുറച്ച് ഹൈ ലെവൽ ടീംസിൽ നിന്നാ. സോ അവനെ നമ്മൾ രണ്ടുപേരും കൂടെ നേരിട്ട് പോയി കാണും. അവിടെ വെച്ചാണ് ബാക്കി ഡീൽ. നാളെ വരുമ്പോൾ ഒരു സ്യൂട്ട് ഇട്ടുകൊണ്ട് വേണം വരാൻ. അങ്ങനെ സ്യൂട്ട് ഒപ്പിക്കുന്നു. ഡച്ച് പറഞ്ഞ ലൊക്കേഷനിലോട്ട് പോകുന്നു. അവിടെയുണ്ട് ഇവൻ പറഞ്ഞ ഹൈ ലെവൽ ടീം. ഈ ടീംസിനെ നയിക്കുന്നത് ദേ ഇവനാ. ഇവന്റെ ബിസിനസ് പാർട്ട്ണറാണ് ഡച്ച്. പക്ഷെ ഡച്ചൊക്കെ ഒരു ചെറിയ കണ്ണി മാത്രമാണ്. എന്നാൽ ഇങ്ങേരൊരു സ്രാവാ. ഈ സ്രാവിന്റെ പേരാണ് ദിമി. ഇത് കേട്ടേക്ക് ലെവനാണെങ്കിൽ ഞെട്ടുന്നുണ്ട്. അങ്ങനെ ലെവൻ ഒരു ജെനുവിൻ ബയ്യറാണോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ ലൈസൻസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ലൈസൻസ് ആണെങ്കിൽ പക്കാ ഫേക്കാ. പക്ഷെ അത് ഫേക്കാന്ന് ആർക്കും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ ദിമിയുമായി ആദ്യ ഡീൽ നടന്നു. പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, കൈ കൊടുക്കുന്നു. സോ ദിമിയെ കിട്ടി. ഇനി അവൻ്റെ കയ്യിലുള്ള ജെനിയെ കിട്ടണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെനിയും ഫ്രണ്ട്സ് കൊടുത്ത ഫോട്ടോസ് ലെവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ ഫോട്ടോസിലുണ്ട് വൈപ്പർ. അതുമാത്രമല്ല, മരിച്ച ജോണിയുടെ ഫോൺ ഇവൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് വൈപ്പറിന്റെ ഫോട്ടോസ് ആണെങ്കിൽ കുറേ ഉണ്ട്. അതും ഹെയ്റ്റീസ് ബാറിൽ വെച്ചെടുത്ത ഫോട്ടോസ്. ദിമിയാണെങ്കിൽ കുറച്ച് വലിയ സെറ്റപ്പാ. നേരിട്ട് പോയിട്ട് അടിക്കാന്നൊക്കെ പറയുന്നത് കുറച്ച് പാടാ. സോ വൈപ്പറിനെ പിടിച്ചിട്ട് അവൻ വഴി കരുക്കൾ നീക്കാനാണ് ലെവന്റെ പ്ലാൻ. അങ്ങനെ വൈപ്പറിന്റെ വരവും കാത്ത് ഹെയ്റ്റീസ് ബാറിന്റെ ഫ്രണ്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ട് നമ്മളുടെ ലെവൻ. എന്നാൽ ഇവൻ പോലും അറിയാണ്ട് അവന്റെ പിന്നിൽ 2 കണ്ണുകളുണ്ട്. അതാണ് ജാക്കി. നമ്മളുടെ ജാക്കി കാണുന്ന പോലെയൊന്നുമല്ല. ഇവളുടെ ബോസായ ഡച്ച് പോലും അറിയാണ്ട് ധാരാളം റഷ്യൻസുമായിട്ട് ഇവൾക്ക് കണക്ഷൻസ് ഉണ്ട്. ഓൾറെഡി റഷ്യൻ ടീം ലെവനെ തപ്പിക്കൊണ്ടിരിക്കാൻ. പിന്നെ ജാക്കി വെറുതെ ഇരിക്കോ? സെക്യൂരിറ്റി ക്യാമറയിൽ ലെവനെ കണ്ടതും സിമോന്റെ മക്കൾക്ക് വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അതായത് മറ്റേ കോസ്റ്റ്യൂം ഇട്ട ചെക്കന്മാരോട്. അവന്മാരാണെങ്കിൽ അപ്പം തന്നെ കാറെടുത്ത് ബാറങ്ങ് വളയുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ലെവനാണെങ്കിൽ അവിടെയുള്ള ബൈക്കുമായിട്ട് രക്ഷപ്പെടുന്നു. ഇത് കണ്ടേക്ക് ചെക്കന്മാരാണെങ്കിൽ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. പടപടാന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കാൻ. എന്നാൽ ലെവൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു. അങ്ങനെ കാറ് പോകാത്തൊരു വഴിയിലൂടെ ബൈക്കും കൊണ്ട് സ്മൂത്തായിട്ട് പോകുമ്പോഴാണ് കാറിൽ നിന്ന് ഇറങ്ങി ടയറിന്റെ മേളിലോട്ട് അങ്ങ് വെടിവെക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, വണ്ടി മറിയുന്നു, നിരങ്ങിപ്പോകുന്നു. അതും പോലീസ് വണ്ടിയുടെ ഫ്രണ്ടിലോട്ട്. രക്ഷപ്പെട്ട്. പോലീസാണല്ലോ എന്നും വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പോലീസുകാരെന്നെ ലെവനെ അവന്മാർക്ക് കൈമാറുന്നത്. അതിന് പ്രതിഫലമായിട്ട് വലിയൊരു എമൗണ്ടും കൊടുക്കുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ജെനിയുടെ അമ്മ നേരത്തെ പറഞ്ഞ് ഈ കേസിൽ പോലീസുകാർ അധികം കൂറ് കാണിക്കുന്നില്ല എന്ന്. കാരണം റഷ്യൻ മാഫിയ പോലീസിനെ വരെ വിലക്കെടുത്തിരിക്കുകയാണ്. അങ്ങനെ ലെവനെ ഒരു വാനിലാക്കി കൊണ്ടുപോകുന്നു. നീ എന്തിനാടാ ദിമിയെ അന്വേഷിച്ച് നടക്കുന്നത്? നിങ്ങൾ എന്തോന്നാടാ ജോക്കേഴ്സാ? എന്തൊട്ട് കോസ്റ്റ്യൂമാടാ ഇത് എന്നും പറഞ്ഞാണ് ലെവൻ നിൽക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, രണ്ടും കൂടെ ലെവനെ അങ്ങ് പൂട്ടാനൊരുങ്ങുന്നുണ്ട്. പക്ഷെ ലെവനാണ് ആള്, അറിയാലോ, അങ്ങ് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ വാനിലിരുന്ന് 3 കൂടെ വമ്പൻ ഫൈറ്റാ. അങ്ങനെ അവസാനം പിള്ളേര് തോക്കെടുക്കുന്നു. അപ്പം തന്നെ ആ തോക്ക് പിടിച്ചു വാങ്ങാനൊക്കെ നോക്കുന്നുണ്ട് നമ്മളുടെ ലെവൻ. അപ്പോഴാണ് അബദ്ധവശാല ഗണ്ണങ്ങ് പൊട്ടുന്നത്. അതും ഡ്രൈവറിനിട്ട്. സോ വണ്ടി അങ്ങ് മറിയുന്നുണ്ട്. ലെവനാണെങ്കിൽ അപ്പം തന്നെ പിടിച്ചിരിക്കുന്നു. എന്നാൽ പിള്ളേരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വണ്ടി നേരെ പോകുന്നത് ഒരു കായലിലോട്ടാ. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ലെവൻ ടൂൾ ബോക്സിൽ നിന്ന് ചുറ്റിയെടുത്ത് ചെക്കന്മാരടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത്. സോ അവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതുമാത്രമല്ല, ആ വാനിനെ കായലിലോട്ട് അങ്ങ് താഴ്ത്തുന്നുണ്ട് നമ്മളുടെ ലെവൻ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. ചെക്കന്മാരുടെ ബോഡി സിമോണിന് കിട്ടി. സിമോണിനാണെങ്കിൽ ആകെ ഭ്രാന്ത് എടുക്കുന്നുണ്ട്. അവൻ്റെ മക്കളാ ചത്ത് ജീർണിച്ച് കിടക്കുന്നത്. അതുമാത്രമല്ല, ഇതോടുകൂടെ ലെവൻ്റെ പരമ്പര ഇല്ലാണ്ടായി. സോ ഗ്യാങ് മെമ്പേഴ്സുമായിട്ട് അങ്ങേരൊരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. ഇതേ സമയം ദിമിയാണെങ്കിൽ വൈപ്പറിനെ ലവറിനെ വിളിപ്പിച്ചിട്ടുണ്ട് കേട്ടാ. പക്ഷെ വിളിപ്പിച്ചിരിക്കുന്നത് തെറി പറയാനാ. അതും നല്ല മുട്ടൻ തെറി. കാരണം വേറൊന്നുമില്ല, ഇവൻ്റെ കസ്റ്റമറിൻ്റെ ഫേസാണ് ജെനി അവിടെ കടിച്ച് പറിച്ചെടുത്തിട്ടുള്ളത്. സോ തെറി പറയാണ്ടിരിക്കോ. 36 സ്റ്റിച്ചൊക്കെയാണ് കസ്റ്റമറുടെ മുഖത്ത് ഇട്ടിരിക്കുന്നത്. സോ കസ്റ്റമറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ട്. സോ അവളെ കൊല്ലാനാണ് അങ്ങേര് ദിമിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ എത്രയും വേഗം അത് തീർക്കണമെന്നാണ് വൈപ്പറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വൈപ്പറും ലവറും കൂടെ ജെനിയെ തീർക്കാനായിട്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിമോണെ കാണിക്കുന്നത്. അങ്ങേരാണെങ്കിൽ മീറ്റിംഗ് ഒക്കെ വിളിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഗ്രൂപ്പിന്റെ യഥാർത്ഥ ബോസ് ഇങ്ങേരല്ല, ഇത് വലിയൊരു ചെയിനാ. അതിൻ്റെ ഒരു കണ്ണി മാത്രമാണ് ഇങ്ങേര്. നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡെവിലിനെയാണ്. വോളോനെ അവൻ കൊന്നു, എൻ്റെ 2 മക്കളെ അവൻ കൊന്നു. ഇനി അവനെ വെറുതെ വിട്ടാ നമുക്കത് ആപത്താ. അപ്പോഴാണ് ഇവനേക്കാൾ ഹൈ റാങ്കിലിരിക്കുന്ന ഗാങ്സ്റ്ററിനെ കാണിക്കുന്നത്. അങ്ങേര് ചോദിക്കുന്നത് ദിമി എവിടെയെന്നാ. ഈ വോർ ഗ്യാങ്ങിൽ നമ്മളുടെ ദിമിയും പെടും. പക്ഷെ അവനെ ആർക്കും വലിയ മതിപ്പൊന്നുമില്ലാട്ടാ. ആരും അറിയാണ്ട് വളരെയധികം സൂക്ഷിച്ച് ഡീലിങ്സ് നടത്തുന്നവരാണ് വോർ ഗ്യാങ്. പക്ഷെ ദിമിയാണെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്, ഡ്രഗ്സ്, അങ്ങനെ എന്തു ആയിക്കോട്ടെ പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതും ആർക്ക് വേണമെങ്കിലും പൂട്ടാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ നമ്മളുടെ പുതിയ ബോസ് സിമോണിന് 2 ചെത്ത് പയ്യന്മാരെ അങ്ങ് കൊടുക്കുന്നുണ്ട്. സൈക്കോസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അട്ടറ് സൈക്കോസ്. ദിമയെ കണ്ടുപിടിക്കാൻ ഇവർ നിങ്ങളെ സഹായിക്കും.
ഇങ്ങേര് പറഞ്ഞതുപോലെ തന്നെ സൈക്കോ പിള്ളേര് നല്ല പുഷ്പം പോലെ ദിമിയെ അങ്ങ് കണ്ടുപിടിച്ചു കൊടുക്കുന്നു. കണ്ടുപിടിക്കാന്ന് മാത്രമല്ല, ദിമിയെ വരട്ടാനായിട്ട് ഒരു യമണ്ടൻ തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട്. ദിമി, നിന്റെ അച്ഛൻ മരിച്ചു, എൻ്റെ മക്കളും മരിച്ചു. തൻ്റെ അച്ഛൻ മരിച്ചതിനേക്കാൾ പുള്ളിക്കാരന് വിഷമാവുന്ന തൻ്റെ കസിൻസ് മരിച്ചതല്ല. അങ്ങനെ ക്യാമറയിൽ കിട്ടിയ ലെവൻ്റെ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടേക്ക് ദിമിയാണെങ്കിൽ ആകെ കിളി പറന്നിട്ടിരിക്കുന്നുണ്ട്. ദിമി പോലും അറിയാണ്ട് അവൻ്റെ സ്ഥലത്ത് വന്ന് ഡീലും വെച്ച് പോയ മുതലിനെയാണ് ആ ഫോട്ടോയിൽ അവൻ കാണുന്നത്. സോ കിളി പറക്കാണ്ടിരിക്കോ ദിമി, അവൻ നിന്നെ വേട്ടയാടുകയാണ് എന്നും പറഞ്ഞൊരു വാണിങ്ങും കൊടുത്ത് സിമോൻ പോകുന്നു. ഈ ഒരു വാണിങ് കൊടുക്കാൻ മാത്രമാണ് ബോസ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ഹാക്കറിൻ്റെ സഹായത്തോടു കൂടെ ലെവനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമ്മളുടെ സൈക്കോ പിള്ളേർ എടുക്കുന്നുണ്ട്. ഇവന്മാർ സത്യം പറഞ്ഞാൽ വില്ലന്മാരെക്കാൾ നൈസാണ് കേട്ടാ. അങ്ങനെ ലെവൻ്റെ മകള്, അമ്മായിയച്ഛൻ എന്ന് വേണ്ട ലെവനുമായിട്ട് കണക്ഷൻസ് ഉള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇവന്മാരെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരാദ്യം തന്നെ പോകുന്നത് അമ്മായിയച്ഛനിട്ട് പണിയാനാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലെവൻ ഒരു ഫോൺ കോൾ വരുന്നത്. വിളിക്കുന്നത് തൻ്റെ കുട്ടിയുടെ സ്കൂളിൽ നിന്നാണ്. സംഭവം വേറൊന്നുമല്ല, സാധാരണ കുട്ടിയുടെ ഗ്രാൻഡ് പേ ആണല്ലോ കുട്ടിയെ പിക്ക് ചെയ്യാൻ പോവാറ്. പക്ഷെ കുറേ സമയമായിട്ടും അങ്ങേര് സ്കൂളിലെത്തിയിട്ടില്ല. ഇത് കേട്ടേക്ക് ലെവൻക്കാണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ സ്കൂളിലോട്ട് പോകുന്നു, മകളെ പിക്ക് ചെയ്യുന്നു. എന്നിട്ട് നേരെ അമ്മായിയച്ഛൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. നോക്കുമ്പോൾ വീടാണെങ്കിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കേ. ലെവൻ പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ചങ്ങ് അകത്ത് കയറുന്നു. എന്നിട്ട് അമ്മായിയച്ഛനെയും പൊക്കിയെടുത്ത് ഓരോ വിധത്തിൽ പുറത്തേക്ക് കടക്കുന്നു. ലെവൻ, വന്നത് റഷ്യൻസാ, ഇതെല്ലാം നടക്കാൻ കാരണം നീയാ, നിന്റെ ഒടുക്കത്തെ വയലൻസാ. ഇത് കേട്ടേക്ക് നമ്മളുടെ മേരി ഒരു കാര്യം പറയുന്നുണ്ട്. എന്തൊക്കെയാണേലും ശരി, എൻ്റെ അച്ഛന് വേണമെങ്കിൽ നിങ്ങളെ അവിടെ വിട്ടിട്ട് പോരായിരുന്നു. അച്ഛൻ എന്തായാലും അത് ചെയ്തില്ല, അതിനാദ്യം ഒരു താങ്ക്സ് പറ. അപ്പോഴാണ് അമ്മായിയച്ഛന് കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആവുന്നത്. അങ്ങനെ ലെവൻ മകളെയും കൊണ്ട് നേരെ പോകുന്നത് ഗണ്ണിയുടെ വീട്ടിലോട്ടാണ്. തൽക്കാലത്തിന് സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം ഗണ്ണിയുടെ വീട് തന്നെയാണ്. അല്ലടാ, ഇനി എന്താ പ്ലാൻ? ഇനി എന്ത്? ഞാൻ ആരാണെന്നും എന്താണെന്നും അവന്മാർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ എത്രയും വേഗം ഡിമിയെ കൊന്ന് ജെനിയെ രക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഡിമിയെ കൊല്ലാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേരെ കൊല്ലേണ്ടി വരും. നീ വാ എന്നും പറഞ്ഞൊരു റൂം അങ്ങ് തുറന്നു കൊടുക്കുന്നു. അതിനകത്താണെങ്കിൽ യമണ്ടൻ തോക്കുകളാ. അങ്ങനെ M14 എന്ന് പറയുന്ന ഒരു റൈഫിൾ അവൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതുമായിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. പക്ഷെ പോകുന്നതിന് മുമ്പ് താൻ തിരിച്ചു വരുമെന്ന് തൻ്റെ മകൾക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ രാത്രിയായി. വൈപ്പറും ലവറും കൂടെ ജെനിയെ കൊല്ലാനായിട്ട് ഏതോ കാട്ടിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കേ. ആ സമയത്താണ് കരാട്ടെ പഠിച്ച നമ്മളുടെ ജെയിൻ ഒരു പ്രയോഗം അങ്ങ് പുറത്തെടുക്കുന്നത്. അതോടുകൂടെ വണ്ടി ഇടിക്കുന്നു, ഇവൾ ഓടി രക്ഷപ്പെടുന്നു. വൈപ്പറും ലവറും കൂടെ പിന്നാലെ പിടിക്കുന്നുണ്ട്. പക്ഷെ യാതൊരു കാര്യമില്ല. അങ്ങനെ ഓടി ഓടി ജെനി എത്തുന്നത് പോലീസ് വണ്ടിയുടെ ഫ്രണ്ടിലോട്ടാ. പോലീസിൻ്റെ കാര്യം പറയണ്ടല്ലോ. മോള് വാ, ഞങ്ങൾ വീട്ടിലെത്തിക്കാം എന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ആ പാവത്തിനെ പിന്നെ നരിമടയിലോട്ട് എത്തിക്കുന്നുണ്ട്. ഓരോരോ അവസ്ഥയെ. അങ്ങനെ അവിടെ വെച്ച് ജെനിയെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോഴാണ് മറ്റേ കടി കിട്ടിയ കസ്റ്റമർ വിളിക്കുന്നത്. സംഭവം വേറൊന്നുമില്ല, അവളെ കൊല്ലരുതെന്നും എനിക്ക് അവളെ ടോർച്ചർ ചെയ്യാൻ വേണമെന്നും പറഞ്ഞിട്ടാണ് ഫോൺ കോള്. 36 സ്റ്റിച്ചൊക്കെ ആണല്ലോ, സോ പകരം ചോദിച്ചിരിക്കും. ഇതേ സമയം ദിമിയാണെങ്കിൽ ലെവനെയും പേടിച്ച് നാട് വിടാനുള്ള പ്ലാനിലാണ്. കാരണം വോർഗേങ് അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്താണ് ദിമിയുടെ സ്ഥലത്തോട്ട് ലെവൻ വരുന്നത്. വരാന്ന് മാത്രമല്ല, ഒരു തരി സൗണ്ട് പോലും ഉണ്ടാക്കാണ്ട് ഓരോരുത്തരെ വെച്ച് തീർത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ വലിയൊരു സൗണ്ട് ഉണ്ടാവുന്നു. സോ ലെവൻ അകത്ത് കയറിയ കാര്യം ദിമി അറിഞ്ഞു. അങ്ങേരപ്പം തന്നെ അവിടെയുള്ളൊരു പെണ്ണിനെ തോക്കിൻ്റെ ഫ്രണ്ടിലോട്ട് അങ്ങ് നിർത്തുന്നുണ്ട്. പക്ഷെ ലെവൻ ആരാ മോൻ, ഒരൊറ്റ പൊട്ടിക്കല്, അതും ദിമിയുടെ കയ്യിൻ്റെ മേളിലോട്ട്. എന്നിട്ട് അവൻ ശേഖരിച്ചു വെച്ച പൈസ ആ പെണ്ണിന് കൊടുത്തിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ പറയുന്നു. ഇത് കേട്ടേക്ക് പെണ്ണാണെങ്കിൽ അപ്പം തന്നെ സ്ഥലം വിടുന്നുണ്ട്. അങ്ങനെ ലെവൻ ജെനിയുടെ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. നീ ഇത്രയും പേരെ കൊന്നു, ഇത്രയും റിസ്ക് എടുത്തു ആ പെണ്ണിന് വേണ്ടിയിട്ട്. എന്തിന്? എന്തു വന്നാലും ഞാൻ അവളുടെ കൂടെ ഉണ്ടാവുമെന്ന് അവൾക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ് ജെനി ഇരിക്കുന്ന സ്ഥലത്തോട്ട് അങ്ങ് കൊണ്ടുപോകാൻ പറയുന്നുണ്ട് ലെവൻ. അങ്ങനെ ദിമി കൊണ്ടുപോകുന്നു. പക്ഷെ ആ ഒരു സ്ഥലത്തോട്ട് കയറുന്നതിന് മുമ്പ് ലെവൻ ദിമിയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ നീ ജെനിയെ തന്നെ തിരഞ്ഞെടുത്ത്? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വൈപ്പറിനെ ഏതെങ്കിലും ബാറിലോട്ട് വിടും. എന്നിട്ട് അവിടെ വെച്ച് കാണുന്ന സുന്ദരികളായ കുട്ടികളുടെ ഫോട്ടോസ് അവൻ എനിക്ക് അയച്ചു തരും. ഞാനതെൻ്റെ കസ്റ്റമേഴ്സിനെ കാണിക്കും. കസ്റ്റമേഴ്സിന് ആരെയാണോ വേണ്ടത് അവരെ ഞാനങ്ങ് പൊക്കും, ഒരു സർവീസ് പോലെ. ഇനി നീ പറ, എന്തിനാ നീ ഞങ്ങളെ ഹണ്ട് ചെയ്യുന്നത്? നിനക്ക് മകളുണ്ടോ? ഇല്ല. എന്നാൽ നിനക്കതൊരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അവനെ അങ്ങ് തീർക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ജെനിയെ രക്ഷിക്കാനായിട്ട് ആ ഒരു സ്ഥലത്തോട്ട് പോകുന്നു. ആ ബിൽഡിങ്ങിനകത്താണ് ജെനി ഉള്ളത്. ജെനി മാത്രമല്ല, ജെനിയെ കാത്തിരിക്കുന്ന മറ്റേ കസ്റ്റമറും പിന്നെ കുറേ ഗുണ്ടകളും. ലെവനാണെങ്കിൽ സൈലൻസർ ഘടിപ്പിച്ച ഗണ്ണുകൊണ്ട് ഓരോരുത്തരെ വെച്ച് തീർത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അകത്ത് കയറാൻ പോകുന്നു. അപ്പോഴാണ് നമ്മളുടെ ഡച്ചിനെ കാണിക്കുന്നത്. ദിമിക്കുണ്ടായ സംഭവങ്ങളൊക്കെ ഡച്ച് അറിഞ്ഞു. സോ മുഴുവൻ ഗ്യാങ്ങുമായിട്ട് ഇങ്ങോട്ടാണ് പുള്ളിക്കാരൻ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ലെവനെ കൊല്ലാനായിട്ട്. ഇവിടെ ലെവൻ അകത്തോട്ട് കിടക്കാൻ നിൽക്കുമ്പോഴാണ് 2 പേര് പുറത്തോട്ട് വരുന്നത്.
എന്നാൽ അവരെയൊക്കെ നല്ല പുഷ്പം പോലെ തീർക്കുന്നു, അകത്ത് കടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ജെനിയെ ചെയിൻ ചെയ്ത് വെച്ച് ടോർച്ചർ ചെയ്യാൻ പോവുകയാണ് കസ്റ്റമറും വൈപ്പറും ലവറും. ആ ഒരു കറക്റ്റ് സമയത്താണ് ലെവൻ അകത്തോട്ട് ഒരു ഗ്രനേഡ് അങ്ങിടുന്നത്. പിന്നെ പറയണ്ടല്ലോ, ഇവർ 3 പേരും പേടിച്ച് നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ബിൽഡിങ്ങിലുള്ള മുഴുവൻ സെക്യൂരിറ്റീസും ലെവൻ്റെ നേർക്ക് പോകുന്നു. പക്ഷെ M14 റൈഫലാണ് കയ്യിലിരിക്കുന്നത്. പിന്നെ അതുകൊണ്ടുള്ള ഒരു കളിയാ, ഓരോരുത്തരെ വെച്ച് തീർക്കുന്നുണ്ട് നമ്മളുടെ ലെവൻ. അപ്പോഴാണ് ഡച്ചിന്റെ ഗ്യാങ് അങ്ങോട്ട് എത്തുന്നത്. എത്താന്ന് മാത്രമല്ല, എല്ലാരും കൂടെ അങ്ങ് അകത്ത് കടക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു ബൈക്കും. ഈ ബൈക്കുകാരനാണെങ്കിൽ ഒരു 1.5 മനുഷ്യനാ. പക്ഷെ ലെവൻക്ക് ഇതൊന്നും ഒരു മാറ്ററേ അല്ല. അങ്ങനെ അങ്ങേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ട് അലക്സ് വരുന്നത്. നിന്നെ ഞാൻ കൊല്ലൂടാന്നും പറഞ്ഞിട്ട്. എന്നാൽ ലെവൻ ഒരു ഗുഡ് ലക്കും കൊടുത്ത് പുള്ളിക്കാരനെ അങ്ങ് കൊല്ലുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡച്ച് വരുന്നത്. ഡച്ചാണെങ്കിൽ ലെവനെ എടുത്ത് എറിയുന്നുണ്ട്. പക്ഷെ ലെവൻ ഉണ്ടാ വിട്ടുകൊടുക്കുക. അവൻ്റെ കത്തിയെടുക്കുന്നു, അങ്ങ് കയറ്റുന്നു. പക്ഷെ അങ്ങേരെ കൊന്നതിന് ശേഷം അങ്ങേരുടെ കണ്ണുകൾ അങ്ങ് അടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഡച്ചും ഒരു എക്സ് പട്ടാളക്കാരനാ. ഒരു ആർമിക്കാരൻ മറ്റൊരു ആർമിക്കാരനോട് ബഹുമാനം കാണിക്കണമല്ലോ. അങ്ങനെ ലെവൻ നേരെ പോകുന്നത് ജെനിയുടെ അടുത്തോട്ടാ. ആദ്യം തന്നെ കസ്റ്റമറിനെ അങ്ങ് തീർക്കുന്നു. എന്നിട്ട് വൈപ്പറിന്റെ മോന്ത പിടിച്ച് അങ്ങ് ഒരക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ജെനിയാണേലോ നൈസായിട്ട് വൈപ്പറിന്റെ ലവറിനെ അങ്ങ് തീർക്കുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ചു. ജെനിയെ രക്ഷിച്ചു. അപ്പോഴാണ് അങ്ങോട്ട് നമ്മളുടെ സൈക്കോ പിള്ളേർ വരുന്നത്. അവർ മാത്രമല്ല, ഇവിടുത്തെ പോലീസും വരുന്നുണ്ട് കേട്ടാ. പക്ഷെ സൈക്കോ പിള്ളേർക്കാണെങ്കിൽ എൻട്രിക്ക് ഒരു പഞ്ചില്ല എന്നും പറഞ്ഞ് പോലീസിന്റെ നേർക്ക് അങ്ങ് പൊട്ടിക്കുന്നുണ്ട്. സോ അവരുടെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോഴാണ് ഇവർ ലെവനെയും ജെനിയും കാണുന്നത്. സോ നിർത്താണ്ടങ്ങ് വെടിവെക്കാൻ ആരംഭിക്കുന്നുണ്ട്. എന്നാൽ ലെവൻ്റെ കയ്യിലെ M14 ഒരു കിടിലൻ ഫീച്ചർ ഉണ്ട്. അതിനകത്ത് ബ്ലൂടൂത്ത് ഉണ്ട്. ഇവൻ ഒളിച്ചിരുന്ന ഒരു സ്ക്രീൻ വഴി എയിം ചെയ്യുന്നു, അങ്ങ് പൊട്ടിക്കുന്നു. സോ ഒരുത്തം തീർന്നു. രണ്ടാമത്തവൻ ഒരു ഗ്രനേഡും കൊടുക്കുന്നു. സോ അവൻ്റെ കാര്യത്തിലും തീരുമാനമായി. അങ്ങനെ ലെവനും ജെനിയും കൂടെ നേരെ വീട്ടിലോട്ട് പോകുന്നു. എന്നാൽ ഇവർ പോലും അറിയാണ്ട് ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിമോണ്. അങ്ങനെ സിമോൺ ഇവരുടെ ബോസിനെ വിളിക്കുന്നു. ആ ഡെവിള് ആ പെണ്ണിനെയും കൊണ്ട് രക്ഷപ്പെട്ടു. ഡെവിൾ എന്തിനെയാണോ തേടി വന്ന് അവൻക്കത് കിട്ടി. ഇനി അവനുമായിട്ട് നമ്മൾ കോർക്കാൻ പോവേണ്ട ആവശ്യമില്ല. എനിക്കറിയാം ഈ ലോകത്ത് നമ്മളുടെ പ്രസൻസ് കാണിക്കാൻ പാടില്ല എന്ന്. എല്ലാം വളരെയധികം ക്വയറ്റായിട്ട് വേണം ചെയ്യാൻ. പക്ഷേ ഇതെൻ്റെ മക്കളെ കൊന്ന കേസാ. അങ്ങനെ വിടാൻ പറ്റുമോ? അറിയാലോ സിമോൺ, നമ്മളുടെ ഈ ഗ്യാങ്ങിനൊരു നിയമമുണ്ട്. പേഴ്സണൽ വെഞ്ചൻസിന് ഇവിടെ റോളില്ല. ഇനി അതല്ല, ഗ്യാങ്ങിൻ്റെ തീരുമാനം തെറ്റിക്കാനാണ് ബാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് കൊല്ലേണ്ടി വരും. ഓൾറെഡി ദിമി കാരണം ഇവരുടെ ഗ്യാങ്ങിനെ പറ്റി അത്യാവശ്യം റൂമേഴ്സ് ഉണ്ട്. ഇനിയും പരക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബോസ് അങ്ങനെ പറയുന്നത്. പക്ഷെ സിമോൺ അങ്ങ് അലറാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ലെവൻ ജെനിയെ വീട്ടിലാക്കുന്നു. അവളുടെ ഫാമിലി ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരത്രയും സന്തോഷത്തിലാണ്. അതുമാത്രമല്ല, ലെവനോട് അവർക്ക് തീർത്താ തീരാത്ത കടപ്പാടാണിപ്പോൾ. അങ്ങനെ ലെവൻ അവിടുന്ന് നേരെ ഗണ്ണിയുടെ വീട്ടിലോട്ട് പോകുന്നു. എന്നിട്ട് തൻ്റെ മകളുടെ കൂടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ലെവൻ അറിയില്ല സിമോൺ ഇവൻ്റെ പിന്നിലുണ്ടെന്ന്. സോ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ആവണമെന്നുണ്ടെങ്കിൽ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.